അപ്പൊ നമ്മുടെ പേർളി മാണി 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ തുടർന്നൊരു സ്റ്റോറി ഇടേണ്ട ഒരു അവസ്ഥ വന്നു. പോസ്റ്റിലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വന്നു. കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് ഒരു വേർഷൻ തരാൻ വേണ്ടിയാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റർ പല ഓൺലൈൻ മീഡിയാസും പല രീതിയിൽ പോസ്റ്ററുകൾ അടിച്ചിറക്കുന്നുണ്ട്. ഞാനെന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിനക്കറിയില്ലെന്ന് അന്ന് പറഞ്ഞു. കാലം കണക്ക് ചോദിച്ചു. പേളിക്കെതിരെ പോസ്റ്റുമായി മറീന മൈക്കിൾ. ഇപ്പൊ മറീന മൈക്കിളിന്റെ ഒരു പോസ്റ്റാണ് ഇപ്പൊ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്കൊക്കെ നമുക്ക് വരാം. ഇപ്പൊ പേർളിമാണിയുടെ അക്കൗണ്ടിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, 5.7 മില്യൺ ഉണ്ടായിരുന്നത് 5.5 മില്യൺ ആണ് പറഞ്ഞേക്കുന്നത്. 5 മണിക്കൂർ മുമ്പ് ഒരു ഓൺലൈൻ മീഡിയ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അതിനൊക്കെ ഒരുപാട് പോയി, 5.3 അതിന്റെ താഴേക്ക് വന്നു. അതായത് 4 ലക്ഷത്തിന്റെ മുകളിൽ ആൾക്കാർ ഓൾറെഡി അൺഫോളോ ചെയ്ത് കഴിഞ്ഞ ആളാ. ഓക്കെ, അത്ര അധികം ഒരു ഡൗൺഫോൾ ആണ് ആളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരില്? അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുമാതിരി മെനകെട്ട ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് അതിട്ടതും ഓക്കെ, എന്നാ തെറിവിളിയും പ്രശ്നങ്ങളൊക്കെ വന്നാൽ പിന്നെ ഒന്നില്ലേ അത് മാറ്റുക. അതിന്റെ അടിയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒന്നും അവർക്കില്ല. കമന്റ് ബോക്സ് അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്തിനാ എപ്പോഴും കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല എന്റെ ഒരു സുഹൃത്ത് ഉൾപ്പെടെ, ഈ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്ത് ഉൾപ്പെടെ, ആൾ അത്യാവശ്യം ഫോളോവേഴ്സ് കൗണ്ട് ഉള്ളതാണ്. ആളെന്നെ ഇന്നലെ കാലത്ത് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അടക്കം അയച്ചു, വൺ ടൈം ആയിട്ട് അയച്ചത്. പുള്ളിക്കാരി പോലിമാണി ബ്ലോക്ക് ചെയ്തു. അതായത് ഒരു കമന്റ് ഇട്ടു, അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോഴേക്ക് ആൾക്കാർക്ക് കുഴഞ്ഞു. സ്വാഭാവികമായിട്ട് ആൾക്കാർ അൺഫോളോ അടിക്കാൻ തുടങ്ങി. ആർക്കും വലിയ താല്പര്യം ഇല്ലാണ്ടായി. നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല. അറിയാം, അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് ഒരു വേർഷൻ പറഞ്ഞു വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര അധികം ജാതിയും മതം ഒന്നുമില്ല, ഇത്ര അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാള് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള റെസ്പോൺസിബിൾ കൊടുക്കാൻ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ആള് നേരെ എന്റെ ആ ഇഷ്ടപ്പെട്ട കളർ ഇപ്പോഴും മറ്റേ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടി. അവസാനം മൊത്തത്തിൽ ബ്രാഞ്ചിൽ കിട്ടിയെന്ന് തന്നെ പറയാം. മെറീന മൈക്കിൾ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു 1 വർഷം 1.5 വർഷം മുമ്പ് കണ്ട് ഇതുപോലെ ഒരു TV ഷോക്ക് മെറീനനെ വിളിക്കുന്ന സമയത്ത് അതിലെ ആങ്കറായിട്ട് ഹോസ്റ്റായിട്ട് അന്ന് പ്ലേസ് ചെയ്തേക്കുന്നത് പേർളിനായിരുന്നു. സോ ഒരു ഐ തിങ്ക് കൈൻഡ് ഓഫ് ഒരു ഈഗോ ക്ലാഷ് പുള്ളിക്കാരി അതിൽ നിന്ന് ബാക്ക് ചെയ്തു. ഇത് മെറീന മൈക്കിൾ അല്ല, പേർളി. പിന്നെ അതേ ചൊല്ലിയുള്ള കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയുണ്ടായി. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വോയിസ് ഫോൺ കോൾ ഞാനിപ്പോൾ ഇവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് മെറീനയുടെ പോസ്റ്റിലേക്ക് പോവാം. മെറീന ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അന്ന് 1 വർഷത്തിന് മുമ്പൊക്കെ റിലീസായ ഒരു വോയിസ് ഒരു ചാനലിൽ നിന്ന് ഞാൻ എടുത്തത്, ഓൺലൈനിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. അതിന്റെ അകത്തൊരു കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് 3ാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ്, ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാവുമ്പോ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിന്ന് പോകുമല്ലോ എന്ന്. ഇപ്പൊ ഏറെക്കുറെ ആ ഒരു വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് മെറീനയുടെ പോസ്റ്റിലേക്ക് കിടക്കാം. ഇതാണ് പോസ്റ്റ്, ഇംഗ്ലീഷിലാണ് സാധനം വന്നേക്കണേ. ഞാൻ ഇതിന്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ എന്തായാലും വായിച്ചു തരാം. ഓക്കെ, സോ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണത്. നിങ്ങൾ ഉണ്ടെന്ന് പോലും എനിക്കന്ന് അറിയില്ലായിരുന്നു. അത് നമ്മുടെ പേളി ഇട്ടൊരു പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സർഗാസ്റ്റിക് ആയിട്ട് ഊക്കി വിട്ട സാധനമാണ് അത്. ഓക്കെ, നിങ്ങൾ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അതൊരു പ്രശ്നമല്ല, അംഗീകാരം ലഭിക്കുന്നതല്ല ഒരു വ്യക്തിയുടെ മൂല്യത്തിന്റെ അളവുകോൽ. ഇന്ന് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നതിന് കാരണം വൈരുദ്ധ്യം എന്ന് പറയട്ടെ.
നിങ്ങളുടെ വാക്കുകൾ തന്നെയാണ് ആളുകൾ ശ്രദ്ധിച്ചത് ഞാൻ ആരാണെന്നല്ല, മറിച്ച് നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ഐ മീൻ ഏത് രീതിയിലാണ് പ്രതികരിക്കണേ എന്നുള്ളതാണ്. ചിലപ്പോൾ ആർക്ക് എന്നെ അറിയാം എന്നതിലല്ല പ്രധാനം, വിമർശനങ്ങളെ ആര് മാന്യതയോടെ നേരിട്ടു അല്ലെങ്കിൽ നേരിടുന്നു എന്നതിലാണ് കാര്യം. അതിപ്പോ ക്ലിയർ ആയിട്ട് പേളിയുടെ ഓൾറെഡി നമ്മുടെ പ്രൊട്ടസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും പിന്നെ ഇപ്പം മറീന പറഞ്ഞു വെച്ച കാര്യങ്ങളും വെച്ചിട്ട് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ജനലെ പാട്. ഇനി സെലിബ്രിറ്റികൾക്കും പ്രമുഖ വ്യക്തികൾക്കും സ്വാധീനം ലഭിക്കുന്നത് ജനങ്ങൾ അത് നൽകുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ സ്വാധീനത്തോടൊപ്പം ഉത്തരവാദിത്തവും വരുന്നുണ്ട്. എക്സാക്ട്ലി. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസാരിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ ലേബൽ ചെയ്യാനോ പരിഹസിക്കാനോ വ്യക്തിപരമായി ആക്രമിക്കാനോ മുതിരാതെ അവരുടെ വിയോജിപ്പുകൾ കേൾക്കാനും നിങ്ങൾ തയ്യാറാകണം. തീർച്ചയായിട്ടും. അതായത് ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് തന്നെയാണ് ഞാൻ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എന്തിന് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു പബ്ലിക്കലി, ആ പോസ്റ്റ് ഇപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, അതിന്റെ കമന്റ് ബോക്സ് അങ്ങ് ഓണാക്കൂ. ഇനി കമന്റ് ചെയ്യണവരൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്തിനാണ്? എടാ സാധാരണക്കാരായിട്ടുള്ളവർ 100 ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ പോലും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കണം. അയ്യേ. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് കൊണ്ട് എഴുതിയ വാക്കുകൾ ഇല്ലാതാകുന്നില്ല. വിമർശിക്കുന്നവരെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് വിമർശനങ്ങൾ അപ്രത്യക്ഷമാവുന്നില്ല. അത് പുകഴ്ത്തലുകൾ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും നിങ്ങളോട് യോജിക്കുമ്പോൾ നിങ്ങൾ എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നതിലല്ല നേത്രപാഠവും അളക്കുന്നത്. ആളുകൾ വിയോജിക്കുമ്പോൾ നിങ്ങൾ എത്ര ശാന്തതയോടെയും സത്യസന്ധതയോടെയും പ്രതികരിക്കുന്നു എന്നതിലാണ്. കറക്റ്റ്. ഇനി ഇത് വെറുപ്പ് പ്രചരിക്കാനോ ആരെയും തരം താഴ്ത്താനോ വേണ്ടിയുള്ളതല്ല. പൊതുജന അഭിപ്രായ രൂപീകരണത്തിനായി തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നവരിൽ നിന്ന് നിലപാടുകളിലെ സ്ഥിരതയും ഉത്തരവാദിത്തവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ നിലപാട് ശരിയാണെങ്കിൽ വസ്തുതകൾ വെച്ച് അതിനെ ന്യായീകരിക്കുക, വിഷയത്തെ അഭിസംബോധന ചെയ്യൂ, ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ, അല്ലാതെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ ആക്രമിക്കരുത്. അപ്പൊ ഇതായിരുന്നു ആ പോസ്റ്റ്. ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തിപ്പോ പറയാം. പേളിമാണിയുടെ കേസിൽ എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ എന്തിനാണ് ഈ ആവശ്യം ഇത്രയും നാളുണ്ടായിട്ട് ഇമ്മാതിരി വെള്ളത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു കാര്യമില്ലാതെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ഓക്കെ, അത് കയ്യിൽ നിന്ന് പോയി, വൻ സീനായി. അവിടെ ആൾക്കാർ കിടന്ന് എടങ്ങേറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നിട്ട് ഉപദേശവും ഊക്കലും കൂടി ഒരുമിച്ച് ഇത് രണ്ടു വഞ്ചിയിലും കാലുകുത്തി നിൽക്കാൻ നോക്കി, അത് കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് സ്റ്റോറി ഇട്ട് അവിടെയും വെറുപ്പിച്ച്. എന്ത് കാര്യം ഇരിക്കണം. എന്തായാലും മെറീന മൈക്കിളിന് ഇതോടുകൂടി സമാധാനമായി. അതായത് ഇങ്ങോട്ട് കിട്ടിയ പണി സ്വയം ആള് തന്നെ വരുത്തി വെച്ചൊരു ഇതുകൊണ്ട് തിരിച്ചങ്ങോട്ട് കിട്ടി എന്ന് പറയാം. അതായത് പേളിക്ക് തിരിച്ച് കിട്ടി എന്നുള്ളത് പറയാം. എനിക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു പേളിമാണി. ബിക്കോസ് ഞാൻ തന്നെ രണ്ട് വീഡിയോസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ വീഡിയോക്കൊക്കെ എനിക്കും അത്യാവശ്യം നല്ല തെറിവിളി കിട്ടിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ഈ വീഡിയോസ്, എന്റെ പഴയ വീഡിയോസ്, എനിക്ക് തോന്നുന്നു 4, 5, 6 മാസം മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ വീണ്ടും വീണ്ടും കയറി വരുന്നുണ്ട്. അതിനകത്തൊക്കെ എനിക്കിട്ടും കളിയാക്കലാണ്. ഇപ്പൊ എനിക്ക് സമാധാനം ഇല്ലടാന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറെ, പക്ഷെ അത് കേൾക്കുമ്പോ ഓക്കെ ഫൈൻ. നമുക്കറിയില്ലല്ലോടാ ഇങ്ങനെയാണ് ഓരോ മൈൻഡ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. എനിവേ അത് അവിടെ തീർന്നു. ഇനി മേ ബി അവര് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഭാഗത്ത് യാതൊരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു വേർഷൻ വരുന്നത്. അത് വരട്ടെ. അത് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. ഇപ്പൊ എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ല കേട്ടോ. കാര്യം ഇനി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി നമുക്ക് ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യാൻ വേണ്ടി. സോ അതിനുവേണ്ടി മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.